ഡെയിലി മെറിറ്റ് ടി വി ലൈവ് ടോക്കിലേക്ക് ഏവർക്കും പറ്റും. ഇന്ന് നമ്മോടൊപ്പം ഹൈറിച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മാഡത്തിന്റെ പേര് രത്നമ്മ. വീട് കണിച്ചാർ പഞ്ചായത്തിൽ ചാണപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. മേഡം ഈ ഹൈറിച്ചിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണോ വന്നിരിക്കുന്നത്? മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എന്നോട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു മീറ്റിംഗ് കേൾക്കാൻ പോയി കണ്ണൂർ. മീറ്റിംഗ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നല്ല കമ്പനിയാണെന്ന് അന്നേരം തോന്നി. പക്ഷെ എന്നാലും ഞാൻ 2020 പിന്നെ ID അടിക്കുന്നത്. അന്ന് ഞാൻ ആകെ 3 ID അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് 2020 ലാസ്റ്റോടെയാണ് കുറച്ച് IDകളും കൂടെ അടിച്ചു. അപ്പോൾ എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. എനിക്കപ്പം പുറത്തിറങ്ങി ജോലി ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഇതിനകത്തേക്ക് കൂടുതൽ ID അടിക്കാൻ ശ്രമിച്ചത്. അത് എൻ്റെ ഉണ്ടായിരുന്ന സ്വർണം വിറ്റിട്ടും പേഴ്സണൽ ലോൺ എടുത്തിട്ടും ക്രെഡിറ്റ് കാർഡ് ലോൺ എടുത്തിട്ടും ഒക്കെയാണ് ഇതിനകത്ത് ID അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് എൻ്റെ ജീവിതമാർഗം, ഏക ജീവിതമാർഗം അതാണ്. അപ്പം 3,36,000 രൂപ പേഴ്സണൽ ലോൺ എടുത്തിട്ട് 2023 നവംബറിലാണ് ഇട്ടത്. ഡിസംബർ 16 അതിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് എനിക്ക് വരേണ്ടത്. ഡിസംബർ 7 കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അപ്പം നിലവിൽ എനിക്ക് ആ വലിയ എമൗണ്ട് പിന്നെ എൻ്റെ ID അടിച്ചതിന് ശേഷം ഒരു പേയ്മെൻറ്റ് പോലും വന്നിട്ടില്ല. നിലവിൽ ബാങ്ക് ലോൺ അടച്ചുകൊണ്ടിരിക്കണം. അത് കറക്റ്റായിട്ട് എല്ലാ സൺഡേയിലും നമ്മൾ 9 മണിയാകുമ്പം ഫോണ് വാലറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എമൗണ്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ 500 1000 ഒക്കെ ആകുമ്പോഴേ നമ്മൾ വിഡ്രോൾ കൊടുക്കലുള്ളൂ. അതിന് കമ്പനി ഒരു കാരണവശാലും ഡിലേ വരുത്തിയിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ലാഭം കുറവാണ്, അടുത്ത പ്രാവശ്യം തരാനൊന്നും ഒരു വ്യക്തിയോടും കമ്പനി പറഞ്ഞിട്ടില്ല. അത് കറക്റ്റായിട്ട് എല്ലാ സൺഡേയിലും പൂളിലും നമുക്ക് വന്നുകൊണ്ടാണ് ഇരുന്നത്. അത് നമുക്ക് അത്രയ്ക്കും വിശ്വാസമാണ് കമ്പനീനെ. കമ്പനി ഒരാളെയും പറ്റിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. പിന്നെ കമ്പനി ആദ്യം എന്ത് വാഗ്ദാനം ചെയ്തോ അത് തന്നെ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നിടം വരെ ചെയ്തിട്ടുമുണ്ട്. ആരായിരിക്കും ഇതിന്റെ പിന്നിൽ എന്ന്? ആരായിരിക്കും എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് നമുക്ക് പറയാൻ കാരണം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നെഗറ്റീവ്സിന്റെ ഓരോ പിന്നെ വാക്കുകളും വോയിസുകളും അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ എന്താ പുറം രാജ്യങ്ങളിലുള്ളവരൊക്കെയാണ് നാസർ ജോണി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഹൈറിച്ചിനെ തകർക്കും എന്ന് തന്നെയാണ് അവര് വാട്സപ്പിലൂടെ കേസ്. അവര് ഹൈറിച്ചിലുള്ളതൊന്നുമല്ല, അവര് ഒരു ചാരിറ്റി നടത്തുന്നു എന്നൊക്കെയാണ് അവരെ അവകാശപ്പെടുന്നത്. പക്ഷെ ചാരിറ്റി നടത്തുന്ന ഒരു വ്യക്തികള് ഇങ്ങനെ ഒരു സ്ഥാപനത്തെ 10,000ങ്ങളുടെ ജീവിത മാർഗത്തെ പിന്നെ തച്ചുടയ്ക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്തിനു വേണ്ടിയാണ് ഇവർ ഹൈറിച്ചിനെ മാത്രം അവർ ടാർഗറ്റ് ചെയ്ത് പിടിച്ചേക്കുവാണ്. മറ്റു ഒരുപാട് കമ്പനികളുണ്ട്, മണി ചെയിനും മണി റൊട്ടേഷൻ നടത്തുന്ന കമ്പനികളൊക്കെ ഒരുപാടുണ്ട്. കുറെ MLM കമ്പനികളും ഉണ്ട്. അവരെല്ലാം ഇത് കൂടിയിട്ട് കാരണം ഹൈറിച്ച് വളരെ വളരെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈറിച്ച് വളർന്നു വന്നാൽ ഈ കമ്പനികൾക്കൊക്കെ ഒരു അടിയാണ് എന്ന് അവര് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെല്ലാരും കൂടെ കൂടിയിട്ടാണോ എന്നും സംശയമുണ്ട്. കൊട്ടേഷൻ പോലെ ചെയ്യുന്നതാണെന്നും അറിയില്ല. അപ്പം ഈ ഇത്രയും പേരുടെ അന്നമായ അത് ഒരുപാട് രോഗികൾ, കിടപ്പ് രോഗികൾ, പിന്നെ നിരാലംബരായ സ്ത്രീകൾ, മക്കളൊന്നും നോക്കാനില്ലാത്ത ഒരുപാട് 10,000 അതിലും കൂടുതൽ അതുപോലത്തെ ആൾക്കാരുണ്ട്. കൂടുതലും പാവപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. പണക്കാരില്ലെന്നല്ല, ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അവരുടെ ജീവിത മാർഗമാണ് ഈ ചാരിറ്റി എന്ന് പറയുന്ന ആൾക്കാർ അവകാശപ്പെടുന്ന അവര് തച്ചുടയ്ക്കുന്നത്. കമ്പനിയാണെങ്കിൽ കമ്പനി അത്രയും നല്ല നിലയിൽ പോകുന്നു. സാറും ശ്രീനമാടവും എന്നും ഞങ്ങൾക്കൊപ്പം, സാധാരണ ജനങ്ങൾക്കൊപ്പം, എല്ലാവർക്കും നല്ലൊരു ജീവിതമാർഗം, നല്ലൊരു വരുമാനം, അതാണ് സാറിന്റെ ലക്ഷ്യം. പ്രതാപൻ സാറിന്റെ ലക്ഷ്യം അതാണ്. അതിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നത്. ഉദ്ദേശം വേറെയല്ല, തകർക്കണം. അവർ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നവരോട് പറയുന്നുണ്ട്, ഇനി കമ്പനിക്ക് അനുകൂലമായി വിധി വന്നാൽ പോലും അവർ കമ്പനി പൂട്ടിക്കുന്നു.
അരിച്ചു പൂട്ടിക്കുന്ന അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും കമ്പനി വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടെ അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നാണ് നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് മാഡത്തിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്? അത് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കാരണം 9,400 രൂപ എനിക്ക് പേഴ്സണൽ ലോണിന്റെ അടവ് മാസം അടയ്ക്കണം. ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് ജപ്തി ചെയ്യും, അത് എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഒരു 5 പൈസ വേറെ വരുമാനമില്ല. ഈ ക്യാൻസർ രോഗത്തിന്റെ ഒരു 1000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ വരുമാനം. ഈ 7 മാസമായിട്ട് ഞാൻ ശരിക്കും ഒരു ജീവിത മാർഗവും ഇല്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. കമ്പനിയായിരുന്നു നമ്മുടെ ആശ്രയം. കമ്പനി തിരിച്ചു വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക്, എന്നെ പോലുള്ള ഒരുപാട്, ഞാൻ മാത്രമല്ല എന്നെ പോലുള്ള ഒരുപാട് ആത്മഹത്യകൾ ഇവിടെ നടക്കും. ചേച്ചി കരയൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ടീമിനോട്, ഈ കമ്പനിയെ തകർക്കാൻ വേണ്ടി നിൽക്കുന്നവരോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരി ഇടുന്ന സ്വഭാവം കാണിക്കാതെ അവർ കമ്പനിയുടെ ഭാഗത്ത് ഇനി എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അത് കാണിച്ച് അത് തിരുത്തി കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടി അനുവദിക്കണം എന്നൊരു അപേക്ഷ എനിക്ക് അവരോട്. ഓക്കെ, താങ്ക് യു മാം.